സ്വീകരണ മുറികളിൽ ഉത്സവത്തിനുള്ള തുടക്കം ആവുകയാണ്. Let's get ready. ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ. ഇവിടെ വരാൻ പോകുന്നത് സിദ്ദിഖ് ആൻഡ് ജയേഷ് പുല്ലാൻ. അപ്പോ ഇവർ രണ്ടുപേരുടെയും താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ് താരങ്ങൾ? ജോജു ജോർജ്, ദൈവമേ, ബാബുരാജ്, ബിജുമേനൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. എവിടെ? പുല്ലാട് തന്നെ. പുല്ലാട് തന്നെയാണ്. 20 പേരെന്ന് പറയും. 20 പേര്. ഓക്കെ. അപ്പോ സിദ്ദിഖ്? എന്റെ ഷാറൂഖ് ഖാന്റെ 4 വേരിയേഷൻ. ഷാറൂഖ് ഖാന്റെ 4 വേരിയേഷൻ. പിന്നെ അമിതാഭ് ബച്ചൻ, അംബരീഷ് പുരി. ആണോ ശരിക്കും? അമിതാഭ് ബച്ചനും അമരീഷ് പുരിയും ഈ ശരീരത്തിൽ നിന്നും വരും എന്നുള്ളത്. ഷാറൂഖ് ഖാൻ 4. ശരിക്കും കോമഡി ഉത്സവത്തിൽ എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് ഹിന്ദി സ്പെഷ്യലൈസ് ചെയ്യുന്ന ആദ്യത്തെ ആളാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. എവിടെ? മഹാരാജ് കോളേജിൽ. ഓ, മഹാരാജാസ് കോളേജിന്റെ അടുത്തൊരു പ്രോഡക്റ്റും കൂടി. അതുമല്ല, ഞാൻ ഈ പരിപാടി കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന പലരും ബാംഗ്ലൂർ IT ജോലി ചെയ്യുന്നവൻ, അതെ, കാശ്മീർ പട്ടാളത്തിലുള്ളവൻ. നമുക്ക് ഇത് കാണുമ്പോ ശരിക്കും ഒരു ഉള്ളാത്തിലുണ്ടാവും. ഇവനൊക്കെ വളർന്നു വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും പട്ടിണിയാകുമല്ലോ എന്നാലോചിക്കും. മെമ്പർ എന്ത് ചെയ്യുന്നു? ഞാൻ ബാംഗ്ലൂർ IT-ലാണ്. അപ്പൊ ഞാൻ ദൈവമേ രക്ഷപ്പെട്ടു, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളുമല്ലോ. ഇവിടെ അമ്പലപ്പുറമെ നമ്മുടെ കൂടെ മത്സരിക്കാൻ വരുന്നില്ല. പഴയതുപോലെ 10ാം ക്ലാസ് തോറ്റിട്ട് നേരെ മിമിക്രി അല്ലല്ലേ? 10ാം ക്ലാസ് പോകനായിട്ട് ബന്ധപ്പെട്ട് എന്റെ കൂടെ പഠിച്ചൊരുത്തനുണ്ടായിരുന്നു. അവൻ, എന്റെ പേര് രമേഷ് എന്നാണല്ലോ. ഇവൻ രമേഷ് എന്ന് ഒഴിച്ച് ഈ ലോകത്തുള്ള എല്ലാ പേരും എന്നെ വിളിക്കും. എടാ ഹരീഷേ, സുമേഷേ, സോമേഷേ എന്നൊക്കെ വിളിച്ചാൽ ഇവൻ എന്നെ ജീവിതത്തിൽ ഇതുവരെ രമേഷ് എന്ന് വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞൊരു സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇവൻ ബാക്കിലത്തെ ഡോറെ തൂങ്ങിക്കിടക്കുന്നു. ഇവൻ അവിടെ ഡോറെ തൂങ്ങിക്കിടന്നിട്ട് രമേശേ എന്നൊരു വിളി വിളിച്ചു. അപ്പൊ ഇവൻ ആദ്യമായിട്ട് രമേശേ എന്ന് വിളിച്ച സന്തോഷത്തിൽ ഞാൻ ഒരു ഹാർപ്പ്, ഒരു റീ റെക്കോർഡിംഗ് ഒക്കെ എന്റെ മനസ്സിൽ വന്ന് ഞാൻ എന്താടാ എന്ന് ചോദിച്ചപ്പോ ഇവൻ ബാക്കിയെന്ന് 10ാം ക്ലാസ് 2ാമത് എഴുതിയിട്ട് കിട്ടിയായിരുന്നോ എന്ന് ഒറ്റ ചോദ്യം. ഞാൻ ഒറ്റ ചാൻസിന് പാസ്സാകാന്നേ, ഒരു കാര്യമില്ലാതെ വെറുതെ തേച്ചു കളഞ്ഞു. അതുപോലെ ഇപ്പൊ നീ ഇപ്പൊ എന്നോട് 10ാം ക്ലാസ് അവരോട് അയാളോട് ചോദിക്കട്ടെ, ആദ്യത്തെ ചാൻസിൽ പാസ്സായതാണോ? എനിക്ക് നേരത്തെ പറഞ്ഞാൽ ഞാൻ SSLC ബുക്കും കൊണ്ട് ഇവിടെ വന്നേനെ, കാണിച്ചു തന്നേനെ എല്ലാരെയും തെളിവ് സഹിതം കേട്ടോ. തീർച്ചയായും. പിന്നെ ഞാൻ 10 ഫസ്റ്റ് ചാൻസിൽ പാസ്സായതാ. അതെ അതെ, വിശ്വസിച്ചേ പറ്റൂ. ഓക്കെ, നമുക്കപ്പോ ഇവരുടെ നമ്പേഴ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ജയേഷ് തുടങ്ങിക്കും. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. വിഷുവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് അല്ലേ, കളയരുത്. ഏറ്റവും നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണം. അതെ മുകേഷ് ഏട്ടാ, ഞാനും ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. അടുത്ത നമ്പർ സിദ്ദിഖ്. 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, അമരീഷ് പുരി. എന്നിട്ട് കോഴിക്കുഞ്ഞ്. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு കോഴി കൊള്ളായിരുന്നു കേട്ടോ. വീട്ടിൽ കോഴിയുണ്ടോ? വീട്ടിൽ കോഴിയുണ്ട്. എത്ര കോഴിയുണ്ട്? കൊറേ കോഴിയുണ്ട്. ഉമ്മച്ചി കോഴി വളർത്തുന്നവര്. അല്ല, അതാണ് കോഴിക്കുഞ്ഞിനെ വിളിക്കുന്ന സൗണ്ട് അപ്പം കേട്ടത് ശരിക്കും. പ്രതിഷേധം ഫീൽ ചെയ്യണ്ടട്ടാ. കോഴിക്കുഞ്ഞ് ചുമ്മാ എടുത്താണ്. അപ്പോ തൽക്കാലം കോഴിക്കുഞ്ഞിനെ വിട്ടേക്കല്ലേ? കോഴിക്കുഞ്ഞിനെ വിട്ടേക്കാം അല്ലെ? നമ്മളൊരു പരുന്തായി മാറണ്ട, റാഞ്ചണ്ട, ജീവിക്കട്ടെ. ഇഷ്ടമുള്ള നമ്പർ 1 16. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. അമിതാഭ് ബച്ചൻ. ഇവിടെ കിട്ടേണ്ട സംഭവമാണ് ഇവിടെ കിട്ടിയത്. ട്രൈ. കരോട്ട്പതി. ചരിത്രമെഴുതും ഞാൻ, പുതിയൊരു ചരിത്രമെഴുതും ഞാൻ. അപമാനത്തിൻ കറുത്ത കഥകൾ തിരുത്തിയെഴുതും ഞാൻ. അത് കുഴപ്പമില്ല അല്ല, അത് ഈ ലോകത്ത് ആരോടാണേലും പറ്റാത്ത സാധനം ചെയ്യാൻ പറയുന്ന അത്രയും വലിയൊരു അപകടം വേറൊന്നുമില്ല
അല്ലേ? പക്ഷെ എന്നാലും ആ ട്രൈ ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ. ആ അത് ഭയങ്കരം തന്നെയാണ്. ഞാൻ ശോഭരാജിൽ മാത്രമല്ലേ കണ്ടിട്ട് ഇത്രയും ധൈര്യം എവിടുന്ന് കിട്ടി കുട്ടി ധൈര്യം? അതല്ല പിള്ളേരെ കഴിയുമ്പോ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു കയറ് കെട്ടിയിട്ട് നടക്കാൻ പറഞ്ഞ നടക്കും. അത്ര ധൈര്യം വേണം ഇത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട്. ഗംഭീരായിരുന്നു. അതുകൊണ്ട് ജയേഷെ ട്രൈന് കൊള്ളാം കേട്ടോ. ഓക്കെ, നമുക്ക് അമിതാഭ് ബച്ചൻ കേൾക്കാം. ഇവിടെ ലിസ്റ്റിലുള്ളതാണ്, നമുക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അപ്പൊ എന്തായാലും കേട്ടു നോക്കാം. नमस्कार नमस्कार मैं अमिताभ बच्चन बोलता हूँ। मैं तो बेटा सगा करता हूँ। कौन को सबको नमस्कार। लिखता है हम तुम्हारा बाप होते हैं, नाम है शहंशाह। ഫിഗർ ഒന്നുമില്ല, വോയിസ് മാത്രമാണ്. അതാണ് മുഖം വരെ അങ്ങനെ താഴ്ത്തി വെച്ചിട്ടാ പറയുന്നത്. ആണോ ബേസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഈ ഒരു ശരീരത്തിൽ ഈ ഒരു ശബ്ദം വന്ന അത്ഭുതം ശരിക്കും പറഞ്ഞാൽ. സത്യമല്ലേ? ഇതുവരെ കേട്ടിട്ടില്ല. സംസാരിക്കുമ്പോഴൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. ഇല്ല. ഭയങ്കര അത്ഭുതമായി പോയി. ഈ പറഞ്ഞ തന്നെയാണ്. കാരണം പുള്ളിയുടെ നിപ്പും മട്ടും ഇത്രയും നേരത്തെ വിനയവും കോഴിക്കുഞ്ഞിന്നൊക്കെ പോയിട്ട് അമിതാഭ് ബച്ചൻ ഇങ്ങ് വന്നപ്പോ സംഗതി വളരെ ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. പിഷാരത്തെ ഇമിറ്റേറ്റ് ചെയ്യില്ലേ? ആരെയാ? അമിതാഭ് ബച്ചനെ. മിഥുൻ ജയ്. അതിന്റെ പാടപ്പോഴേ മിഥുന് മനസ്സിലാവും. നമ്മൾ മാറ്റി അങ്ങോട്ട് മാറ്റി. സിദ്ദീഖിന്റെ നമ്പർ നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ലക്കി ഷാറുഖ് ഖാൻ. ഷാറൂഖ് ഖാന്റെ പഴയകാല വോയിസ് ആദ്യം. बड़े बड़े देशों में से छोटी छोटी बातें होते रहते हैं. आई लव यू. काश मैं बदल सकता हूँ. मैं तुम कितनी चाहता हो. हे नैना, मैं क्या बंद करता हूँ. मैं तुझको देखता हूँ. मैं क्या खोलता हूँ. मैं तुझको देखने चाहता हूँ. आई लव यू. ഇനി അദ്ദേഹത്തിന്റെ ചെന്നൈ എക്സ്പ്രസ് എന്ന ഫിലിമിലെ ഒരു തമിഴൊക്കെ ചേർന്നിട്ടുള്ള ക്ലൈമാക്സിലൊരു സീൻ. Hey, Menamma, don't underestimate the power of a common man. Hey, thank you, Adi. I'm small, but सबसे बड़ा hurt. Hey, very tall, गाँव के important man, सबसे बड़ा, हाँ? Hey, don't underestimate the power of a common man. ഇനി അദ്ദേഹത്തിന്റെ ബേസ് വോയിസ് ഒക്കെ ഡോൺ എന്ന സിനിമയിലെ റേസിലെ. Don't get इंतजार में क्या रंग मुझसे पुलिस बस एक बस समझ लिखा हो. डोंट की पकड़ना मुश्किल है नहीं, नामुमकिन नहीं. ഇനി അദ്ദേഹം മലയാളത്തിലൊരു പരസ്യമൊക്കെ ചെയ്യാറുണ്ട്, ഫെയർ ആൻഡ് ഹാൻഡ്സത്തിന്റെ. അതിലൊരു സംഭവം, ഷാറൂഖ് ഖാൻ കൂടെ ഇല്ലെങ്കിൽ എന്താ ഫെയർ ആൻഡ് ഹാൻഡ്സം കൂടെ ഇല്ലേ. അത് ശരിക്കും ആരാണ് ചെയ്തത്? ഷാറുഖ് ഖാൻ അല്ലേ? അത് ആരാ ചെയ്തത്? അത് ഫെയർ ആൻഡ് ഹാൻസം മാത്രമല്ല, പുള്ളി ചിലപ്പോ നമുക്ക് ഒരിക്കലും ഷാറൂഖ് ഖാൻ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത സുഖപ്രയം. വീണ്ടും ചൂടുകുരു ഷാറൂഖ് ഖാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. ഗംഭീരമായിരുന്നു കേട്ടാ. ഈ ഡബിങ് ഈ ഷാറുഖ് ഖാനൊക്കെ വേണ്ടി ഡബ് ചെയ്യണത് മലയാളത്തിൽ ഡബ് ചെയ്യാൻ ഇല്ല, വിളിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഈ പാട്ടെടുത്ത് ഞാൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ടിവിയിൽ വരുമ്പോ ഇങ്ങനത്തെ പരിപാടികൾ കാണാറുണ്ട്. അവരൊക്കെ ഭംഗിയായിട്ട് എഴുതാറുണ്ട്. പക്ഷെ ഞാനത് ഇടക്ക് തമാശക്ക് എന്റെ പ്രേമ റോസാപ്പൂ എന്ന് പറഞ്ഞ ഗാനത്തിന് ശേഷം ഞാൻ അടുത്ത പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞല്ലോ, ചെന്നൈയിലെ പൂനം കെ ചാന്തക്കോ എന്നുള്ള പാട്ട് 1 2 3 4 എന്നുള്ള പാട്ട് മലയാളത്തില്, അതിന്റെ മലയാളം വെർഷൻ സിനിമയിൽ ഇങ്ങനെയാണോ അതോ? സിനിമയിൽ ഇങ്ങനെയല്ല, കയ്യെന്നിട്ടിട്ടുള്ള ചെയ്താണ്. പൗർണമി നിലാവിനെ മുന്താണിക്കുള്ളിൽ ഒളിപ്പിച്ചു വന്നു നിനക്ക് വേണ്ടി ലോകത്തെ ആരും കാണാതെ. പിന്നിൽ കൊക്ക മുന്നിൽ കുഴി പറയൂ എങ്ങോട്ട് പോകും ഞാന്. 1 2 3 4 നൃത്തശാലയിലോട്ട് കേറ് തോള് അനക്ക് അനക്ക് ഇടുപ്പ് ഇളക്ക് ഇളക്ക് തരൂ 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 കുറച്ചുകൂടി എനിക്ക്. അതാണ് തരൂ 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 കുറച്ചും കൂടി എനിക്ക്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം അത് മനസ്സിലാവണമെങ്കിൽ. അതാണ് എന്റെ കാര്യം കേട്ടോ. ഗംഭീരായി. ഓക്കെ ജയേഷ്, ലാസ്റ്റ് നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ബിജു മേനോൻ. കറക്റ്റ് ആണല്ലോ, ലിസ്റ്റിലുള്ള ആളിനെ കിട്ടിയിട്ടുണ്ട്. പൊളിക്കാം. ബിജുമന്റെ കുഞ്ഞിരാമായണം എന്ന സിനിമയിലെ ഓക്കെ ഓക്കെ കാര്യങ്ങൾ കുറച്ച് വരുത്തക്കുള്ളതുകൊണ്ട് ഞാൻ ഗ്ലാസ് അങ്ങ് മാറ്റിയേക്കാം. മല്ലിക ആ പച്ച സാരി ഉണ്ടോ, അതായിരുന്നു എന്റെ ആദ്യത്തെ പ്രണയം മൂത്ത് പൂർത്തന്യാവസ്ഥ എത്തിയപ്പോ അവള് വരെ കെട്ടി. വേറൊന്നുമല്ല, കാര്യങ്ങൾ നമ്മൾ പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കണം. ഈ കല്യാണ തിരക്കിന്റെ ഇടയിൽ മല്ലിക സ്റ്റഡി ഒരു ടൈം കിട്ടിയില്ല. അതുകൊണ്ടാ. പറയൂ, മല്ലികയുടെ കൊച്ചു കൊച്ചു ചാവല്യങ്ങൾ പറയൂ, പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണേ.
എങ്ങനെയുണ്ടായിരുന്നു? അതിഗംഭീരമായിരുന്നു. സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഇവരെ എത്ര തവണ ഇതൊക്കെ കാണുന്നും അത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ. അത്രയും തവണ നിങ്ങൾ ഇന്നോവ ഓടിക്കുന്നു, ആ തിരക്കിനിടയിലൊക്കെ എത്രയോ തവണ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചാലല്ലേ ഇത്രയും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. എന്നെ ഓർഡിനറി എല്ലാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അത് കണ്ടന്തരം എല്ലാം ചെയ്യുന്ന പറഞ്ഞ കാരണം നോക്കിയതാ. ഓർഡിനറി ചെയ്യോ? ഓർഡിനറി ചെയ്യും. ഓർഡിനറി ഒന്ന് ട്രൈ ചെയ്തു. ഉറപ്പായിട്ടും. ഐ കണ്ടക്ടറാണ്. എന്താണ് എന്റെ പേര്? എന്തൊരു പേരാണ്? ഒരു പേര് പഴയ പോൾസാറ് പേരുമാരി അകത്തുനിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നില്ലേ? ഇനി അവിടെ പറഞ്ഞ ചില കാര്യങ്ങള് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. KSRTC ബസ്സിൽ കണ്ടക്ടറൊക്കെ വലിപ്പോ ഡ്രൈവർക്കാണ്, അതിലടാ പവറും. ഓ ബിജു മേനോന്റെ എല്ലാ ഐറ്റംസും എടുക്കും. സീരിയസ് ആയിട്ടുള്ള സംഭവം, കോമഡി അല്ലേ. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് സെലക്ട് ചെയ്ത കുഞ്ഞിരാമായണത്തിലെ സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. രാമായണത്തിലെ ഡയലോഗ് ആരും ചെയ്തിട്ട് കേട്ടിട്ടില്ല. കലക്കി കേട്ടോ ജയേഷ്, ഗംഭീരായി. അപ്പോ ലാസ്റ്റ് നമ്പർ സിദ്ദിഖിന്റെ നമ്പർ 14. നമ്പർ 14. ദിലീപേട്ടനെയാണ്. ദിലീപേട്ടന്റെ ചെയ്തിട്ടില്ല, സൗണ്ട് തമ്മിൽ ശ്രമിക്കാം. നിങ്ങളുടെ എന്റെ മോതിരം എന്തിനും കുഴപ്പമുണ്ട്. നിങ്ങളുടെ ഇപ്പോഴും പിഴച്ചോടെ പ്രസന്റ് സൗണ്ട് സമ്മതിക്കണം അല്ലേ? അതെ അതെ. കാരണം പുള്ളി വേറെ ഏതെങ്കിലും ഡയലോഗ് പറഞ്ഞിരുന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ പറ്റില്ല. ഇത് അത് വളരെ അത് സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് വളരെ ആവശ്യമുള്ള ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. അപ്പോ ഈ ഭാവി തലമുറയെ നയിക്കാനായി ഇന്നത്തെ തലമുറയിലെ ഏറ്റവും മികച്ച ഹാസ്യ താരം, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും മികച്ച മിമിക്രി താരം രമേശ് പിഷാരടി. നമ്മള് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എപ്പോഴും നമ്മുടെ സങ്കടം ബാക്കിയുള്ളത് കാണാൻ പറ്റിയില്ലോ എന്നുള്ളതാണ്. ഏതൊരു ഒരെണ്ണം കൂടെ തുറക്കാനുണ്ടെന്ന് തോന്നുന്നു. രണ്ടെണ്ണം ഉണ്ട്. അമരീഷ് പുരി തുറന്നിട്ടില്ല അല്ലേ? അമരീഷ് വേണം. ആദ്യം ഇത് വേണം. ആദ്യം അമരീഷ് പുരി തന്നെ ആയിക്കോട്ടെ. അവിടെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ ഷോല എന്ന സിനിമയിലെ ദിൽവാലെ ദുൽഹനിയയിലെ അതും രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഷോലല്ല കോയില കോയില. शंकर रेडी पूल तुम नहीं जानता. शंकर इधर जाओ. जा सिमरन जा, ले जा तुम्हारा जिंदगी को. जा बेटा जा. ഗംഭീരമാണ്. ഇങ്ങനെയുള്ള ഈ നടന്മാരൊന്നും പഴംപൊരിയൊന്നും തിന്നാൻ പാടില്ല. എണ്ണ വീണ് കഴിഞ്ഞാലും ശബ്ദം പോയിട്ട് അത്രയും പരിവരിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. ഗംഭീരമായിരുന്നു കേട്ടാ. നിങ്ങള് ഹിന്ദി എങ്ങനെയാണ്? അത്യാവശ്യം നല്ല ആക്സന്റ് സംസാരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ പഠിച്ചു? ഇല്ല, എനിക്ക് ഷാറൂഖ് ഖാന്റെ വലിയ ഫാനാണ്. അപ്പോ അങ്ങനെ അദ്ദേഹത്തിൽ തുടങ്ങിയതാ. അപ്പൊ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകള് ചെയ്യും. ഹിന്ദിയിൽ വേറെ ഹൃതിക് റോഷന്റെ ഹൃതിക് റോഷൻ വരട്ടെ. ഹൃതിക് റോഷൻ കോയിമിൽഗ എന്ന സിനിമയിലെ ഒരു വ്യത്യസ്ത കഥാപാത്രം ചെയ്ത അതിനകത്ത് ഇച്ചിരി ബുദ്ധിസ്ഥിരത. ഗംഭീരായിട്ടുള്ള ജയേഷിന്റെ ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട് അല്ലേ? ബാബുരാജും ഉണ്ട്, ജോജു ജോർജും ഉണ്ട്. ഏത് വേണം ആദ്യം? നമുക്ക് ബാബുരാജ്. ശശിയേട്ടാ ഇതൊന്നും എടുത്തേരെ. മല്ലിപ്പൊടി 100, മുളക് 4, 50 ഗ്രാം കടുകും. സാറ് ഇന്നലെ വരുന്നും കണ്ട് ഞാൻ നല്ല അസല് നാടൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചു. നല്ല കോടം പൊളിയിട്ട മീനും. എന്നിട്ടെന്താ മൊത്തം ഞാൻ തന്നെ തീർത്തു. സാറിനൊരു ഫോൺ മേടിച്ചുകൂടെ? അതെങ്ങനാ? കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ല. ജോജു ജോർജ് ആണ് ബാക്കിയുള്ളത്. ഞാന് ജോജു ജോർജിനെ ആദ്യമായിട്ടാണ് ഒരാൾ അനുകരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇത്രയും TV പരിപാടിയൊക്കെ കണ്ടത് ഇതുവരെ ആരും ആദ്യമായിട്ടായിട്ടില്ല അല്ലെ. ജോജു നമ്മുടെ സുഹൃത്താണ്. ജോജുവിനെ ഇത് ആദ്യമായിട്ട് ഒരാൾ അനുകരിക്കാൻ പോകുന്നു. കേൾക്കാം. പുതിയ പിള്ളേർ വരട്ടോ. താൻ നോട്ട് ചെയ്തോ? കഴിഞ്ഞ വർഷത്തെ പകുതി മാച്ചിന് സച്ചിൻ ബൗളില്ല. ടെക്നിക്കൽ മിസ്റ്റേക്ക്. ബാറ്റിനും പാടിനും ഇടയിലുള്ള ഗ്യാപ്പ്. നമ്മൾ ടെക്നിക്കൊന്നും ഇല്ലാതെ പിള്ളേർക്ക് ബേസിക്സ് മാത്രം പറഞ്ഞു കൊടുക്കുന്നല്ലേ. മനസ്സിന് വേറെ വല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. ജോജു ഹാപ്പി ആയില്ലേ? ചേട്ടാ, ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇപ്പൊ തുടക്കം തന്നെ അതിന്റെ സ്ലാങ്ങും വോയിസും ഒക്കെ വളരെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്ക് ഈ പരിപാടിയിൽ ഒരു വലിയ വിധി നിർണയം ഇല്ല. ഇവിടെ നിന്നുകൊണ്ട് നമ്മളോട് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ
ഈ കാണുന്നവന് നമ്മൾ നല്ലത് എന്ന് പറയുന്നത് കേട്ട് ബോറടിക്കുമോ എന്നുള്ള പേടിയിലാണ് അവിടെ ഇരിക്കുന്നത്. എത്ര തവണയാണ് നമ്മളൊരു പരിപാടിക്കകത്ത് നല്ലതാണ് ഗംഭീരമാണ് അല്ല, ഇത് പറയുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവര് കൊണ്ടുവരുന്ന സാധനം എന്ന് പറയുന്നത്. നമുക്കൊന്നും പറയാനില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള. ഇതൊക്കെ എന്തേലും ജഡ്ജ് ചെയ്യാനോ ഇതിനെന്തേലും കുറ്റം പറയാനോ നമ്മൾ പോയാൽ പിന്നെ നമ്മുടെ കാര്യം അവതാളത്തിലാവും. അത്ര ഗംഭീരമായിട്ടാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ, വളരെ ഗംഭീരം. അതിലും വലിയൊരു കോംപ്ലിമെന്റ് നിങ്ങൾക്ക് കിട്ടാനില്ല. തീർച്ചയായും വിശാലേ കൈപിടിച്ച് നിൽക്കട്ടെ, കൈപിടിച്ച് തന്നോളൂ. ഓക്കെ, തന്നോളൂ. ഇനി നിങ്ങൾ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. നിങ്ങൾ കൊണ്ടുപോവാ.